ഹലോ ഫ്രണ്ട്, ഇന്ന് നമ്മൾ പൻഹല ഫോർട്ട് കാണാനായിട്ടാണ് പോകുന്നത്. ഇതിനു മുൻപുള്ള വീഡിയോയിൽ പൻഹല ഫോർട്ടിന്റെ ഒരു മിനിയേച്ചർ സെറ്റ് ഞാൻ കാണിച്ചിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. എല്ലാവരും അതൊന്ന് ആദ്യം കാണുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ടൗൺ ഹാൾ ജംഗ്ഷനിലാണ്. ഇവിടുന്ന് പൻഹാലയിലേക്ക് ബസ് കിട്ടും. കൂടാതെ ഈ കാണുന്ന ഷെയർ ടാക്സികളും ഉണ്ടാവും. ഷെയർ ടാക്സിക്ക് ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് ആവുക. ഇവിടെ നിന്നും 20 കിലോമീറ്റർ ദൂരെയാണ് പൻഹല ഫോർട്ട്. ഒരാൾക്ക് 30 രൂപയാണ് ബസ് ചാർജ്. ഞങ്ങൾ 2 പേരുള്ളത് കൊണ്ടാണ് ഈ ടിക്കറ്റിൽ 60 രൂപ കാണിക്കുന്നത്. സഹ്യാദ്രി പർവ്വതനിരയിലെ ഒരു കുന്നിൻ മുകളിലാണ് പൻഹല ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് പൻഹല. പോകുന്ന വഴി ഒരുപാട് റിസോർട്ടുകളുടെ ബോർഡുകളൊക്കെ വഴി നീളെ നമുക്ക് കാണാൻ സാധിക്കും. ഡിസംബർ ജനുവരി മാസങ്ങളിൽ നല്ല തണുപ്പായിരിക്കും. മറാത്തകളും മുഗളരും ബ്രിട്ടീഷുകാരും ഉൾപ്പെടെ ഡെക്കാണിലെ നിരവധിയായിട്ടുള്ള ഏറ്റുമുട്ടലുകളുടെ കേന്ദ്രമായിരുന്നു ഈ പൻഹല എന്ന് പറയുന്ന സ്ഥലം. 1178നും 1209നും ഇടയിലാണ് ഈ പൻഹല കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ശിലാഹാര ഭരണാധികാരിയായ ഭോജ രണ്ടാമൻ നിർമ്മിച്ച കോട്ടകളിൽ ഒന്നാണിത്. അപ്പോൾ നമ്മൾ പൻഹല എത്തിയിരിക്കുകയാണ്. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കോട്ട 14 കിലോമീറ്റർ ചുറ്റളവിലും 110 ലുക്കൗട്ട് പോസ്റ്റുകളുമുള്ള ഏറ്റവും വലിയ ഒരു കോട്ടകളിൽ ഒന്നാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 845 മീറ്റർ, അതായത് 2772 അടി ഉയരത്തിൽ നിർമ്മിച്ചേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ചുറ്റി കാണണമെങ്കിൽ ഇത്തിരി സമയമെടുക്കും. മാത്രമല്ല നമുക്കങ്ങനെ നടന്നു പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിറങ്ങുമ്പോൾ തന്നെ കുറച്ചധികം ആൾക്കാർ നമ്മളെ വന്ന് സമീപിക്കും. ഗൈഡാണ്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ഈ ബസ്സിനൊക്കെ വന്നിറങ്ങുമ്പോൾ നമ്മൾ പോയി കാണണമെങ്കിൽ നമ്മൾ ഒരാളുടെ സഹായം തന്നെ വേണ്ടി വരും. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ഓട്ടോക്കാരൻ നമ്മളെ സമീപിച്ചു. ആ ചേട്ടനൊരു ഓട്ടോ ഉണ്ട്, പുള്ളി ഗൈഡാണ്. അപ്പോൾ പുള്ളി നമ്മളെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ചേട്ടനെ കൂട്ടി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുന്ന ആൾക്കാർ അപ്പോൾ അവർ 1000 രൂപയൊക്കെ പറയും. പക്ഷെ നമ്മൾ അവരോട് ബാർഗൈൻ ചെയ്യുക. അപ്പോൾ 9 സ്പോട്ടുകളാണ് അവർക്ക് ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണിച്ചു തരാനുള്ളത്. അത് പല സ്ഥലത്തായിട്ടാണ്. 2-3 കിലോമീറ്ററൊക്കെ സഞ്ചരിക്കണം. അപ്പോൾ അതനുസരിച്ച് ബസ്സിന് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മളോട് അപ്പോൾ നമ്മൾ ബാർഗൈൻ ചെയ്തിട്ട് ചേട്ടനുമായിട്ട് ഒന്ന് സംസാരിച്ച് ഒരു 500 രൂപയ്ക്കാണ് ഞങ്ങളെ ഈ ചേട്ടനെ കൂടെ കൂട്ടിയത്. ഇവിടെ നിർമ്മിച്ചേക്കുന്ന വാസ്തുവിദ്യയുടെ ഭൂരിഭാഗവും ബിജാപൂരി ശൈലിയിലുള്ളതാണ്. ഇപ്പോൾ ഈ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണുള്ളത്. 1659 ബിജാപൂർ ജനറൽ അഫ്സൽ ഖാന്റെ മരണശേഷം തുടർന്നുണ്ടായ ആശയക്കുഴപ്പത്തിൽ ശിവജി ബിജാപൂരിൽ നിന്നും പൻഹാല പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇവിടെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ മാകെ ഒന്ന് ഓടി നടന്ന് കാണാം. ചരിത്രം പറയാൻ പോയി ഒരുപാടുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പിന്നെ ചരിത്രം അറിയേണ്ടവർക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിക്കിപീഡിയയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. കൂടുതലാണ് അംബർ ഖാന. കോട്ടയുടെ നടുവിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന 3 കളപ്പുരകളാണ്. ബിജാപൂരി വാസ്തു വിദ്യയിലാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. ഗംഗ, യമുന, സരസ്വതി, കോദീസ് എന്നിങ്ങനെ 3 കെട്ടിടങ്ങളുണ്ട്. ഇവിടെ ഇരുവശത്തുമുള്ള പടികളിലൂടെ മുകളിലേക്ക് കയറാൻ സാധിക്കും. ഇപ്പോൾ അത് 2 അടച്ചിട്ടിരിക്കുകയാണ്. നമുക്കങ്ങനെ കയറാൻ കഴിയില്ല. ഇത് നിറയെ ധാന്യങ്ങൾ സംഭരിച്ചിരുന്നു. മുകളിലെ ദ്വാരത്തിലൂടെയാണ് അകത്തേക്ക് ധാന്യങ്ങൾ ഇട്ടിരുന്നത് എന്ന് പറയുന്നു. ആ ഭാഗത്തായിട്ട് ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടേക്ക് നമുക്ക് പോയി നോക്കാം. ഇവിടെ നിന്ന് നല്ല കാഴ്ചയാണെന്ന് നോക്കൂ. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് തിരിച്ചു പോകാം. കാരണം ഒന്നാമത് ഗൈഡിനെയൊക്കെ വിളിച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പുള്ളി അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒന്നാമത്തെ സ്ഥലം എത്തിയിട്ടേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള 8 സ്ഥലങ്ങളൂടെ ഉണ്ട്. കാണുന്നത് അംബർ ഖാനയ്ക്ക് അടുത്ത് തന്നെയുള്ള ഒരു അധിക കളപ്പുരയാണ്. പൂർണ്ണമായും കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നതാണിത്. ഇവിടെ നിന്ന് ആവശ്യക്കാർക്ക് ധാന്യം വിതരണം ചെയ്തിരുന്നത് എന്ന് പറയുന്നു. ഇവിടെ ചുറ്റിനും നല്ല തണൽ മരങ്ങളൊക്കെ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം.
കാണുന്നതാണ് രാജദിണ്ടി. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള, കോട്ടയ്ക്ക് പുറത്തേക്ക് കിടക്കാനുള്ള ഒരു വഴിയാണിത്. ഇപ്പോൾ ഇത് ഫോറസ്റ്റിൻ്റെ അധീനതയിലാണുള്ളത്. ഇവിടുന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഈ കുരങ്ങുകളും മറ്റുള്ള ചെറിയ വന്യജീവികളൊക്കെ ഉണ്ടാകുമെന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. പവൻ കിങ് യുദ്ധത്തിൽ വിശാലഗഡിലേക്ക് രക്ഷപ്പെടാനായിട്ട് ശിവജി ഈ വഴി ഉപയോഗിച്ചു എന്ന് പറയുന്നു. ഈ വഴി ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത വ്യൂ പോയിന്റ് കാണാനായിട്ട് പോവാം. ഇതാണ് ഒരു വ്യൂ പോയിന്റ്. നമുക്കിതിൻ്റെ മുകളിൽ കയറി നോക്കാം. ഒരുപാട് സന്ദർശകരൊക്കെ വന്നിട്ടുണ്ട് ഇവിടേക്ക്. കണ്ടോ, നല്ല ഒരു വ്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്ന് താഴ്ഭാഗമൊക്കെ നന്നായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇതാണ് സഞ്ജ കോതി. 1500 ഇബ്രാഹിം ആദിൽ ഷാ നിർമ്മിച്ച കെട്ടിടമാണിത്. ബിജാപൂരി ശൈലിയിലാണ് ഈ കെട്ടിടവും നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഇവിടെ നല്ല കൂളാണ് കേട്ടോ. ഫുൾ കരിങ്കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. ഏത് കഠിന വേനലിലും AC-യുടെ തണുപ്പായിരിക്കും ഇതിനകത്തെന്നാണ് പറയുന്നത്. നല്ല ഭംഗിയാണ് ഇവിടുന്ന് താഴ്വാരം കാണാനായിട്ട്. ഇവിടുന്ന് തന്നെ നമുക്കിത് കോട്ടയുടെ സൈഡിലൂടെ നടന്നാൽ വേറൊരു വ്യൂ പോയിന്റ് കൂടി കാണാൻ സാധിക്കും. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്താ ഭംഗിയല്ലേ! മഴക്കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു ഫീലായിരിക്കും എന്നാണ് ഗൈഡ് പറഞ്ഞത്. കോടയും മഞ്ഞും ഒക്കെ ആയിട്ട് മൂടി കിടക്കും.
ഇനി നമ്മൾ ഈ കോട്ടയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ പോവുകയാണ്. ഈ ഭാഗത്തായിട്ട് സന്ദർശകർക്ക് വിശ്രമിക്കാനുള്ള ഒരു പാർക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ കോട്ടയുടെ പ്രധാനപ്പെട്ട ഗേറ്റ്. 3 ഇരട്ട കവാടങ്ങളിലൊന്നാണ് ടിൻ ദർവാസ. ഇത് കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉള്ളത്. കോട്ടയുടെ തൂണുകളൊക്കെ നല്ല ശില്പചാരുതയിൽ നിർമ്മിച്ചിരിക്കുന്നു. അകത്ത് തന്നെ ഒരു വറ്റാത്ത കിണറുണ്ട്. ഈ കാണുന്നത് കോട്ടയുടെ മുകളിൽ നിന്ന് താഴ്വാരത്തേക്കുള്ള കാഴ്ചകളാണ്.
അന്ധാർ ബവാഡി എന്നാണ് ഇതിൻ്റെ പേര്. പൻഹാല കോട്ടയുടെ പ്രധാന ജലസ്രോതസ്സായ കിണർ മറയ്ക്കുന്ന രീതിയിൽ വളഞ്ഞു പുളഞ്ഞ ഗോവണിപ്പടികളുള്ള 3 നിലകളുള്ള കെട്ടിടമാണിത്. ഒരു സൈന്യം കോട്ട ഉപരോധിക്കുന്ന സമയം മുഴുവൻ ഈ കിണർ മലിനമാക്കുക എന്നതായിരുന്നു അവരുടെ ആദ്യ പ്രവർത്തനം. അതിനെ പ്രതിരോധിക്കാനാണ് ഈ കെട്ടിടം ഇങ്ങനെ പണിതത്. സൈനികർക്ക് കാവൽ നിൽക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്തു നിന്നും കോട്ടയ്ക്ക് പുറത്തു കടക്കാൻ ഗുഹകൾ ഉണ്ടെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകാം. അപ്പോൾ പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പം കറങ്ങി കണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഇവിടെ വരുന്നവർക്ക് ഇവിടെ കറങ്ങി കാണാനായിട്ട് ഇതുപോലെയുള്ള വാഹനങ്ങളൊക്കെ റെൻറ്റിന് കിട്ടും. അതുപോലെ ഇവിടെ ഫുഡ് കോർട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് കോലാപ്പൂരിലേക്ക് ഇറങ്ങുകയാണ്. എപ്പോഴും ഈ ഭാഗത്തു നിന്ന് ബസ് ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് സമയം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഞങ്ങൾക്ക് തിരികെ പോകാനുള്ള ബസ് വന്നിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത് MRCTCയുടെ കോലാപ്പൂർ ഡിപ്പോയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡുകളും പൊട്ടിപ്പൊളിഞ്ഞു പൊടിയും ഒക്കെ ആയി കിടക്കുമായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും കിടക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു കാഴ്ചയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്